ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഞാൻ മതിരിക്ക് നല്ല സിമ്പിളായിട്ട് 2-3 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു അടിപൊളി കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ പാൽ തിളപ്പിച്ച് അത് കുറുക്കി എടുത്തിട്ട് അതിനകത്ത് അതുപോലെ ബേക്കിംഗ് സോഡയും കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിലും അതേ ടേസ്റ്റിലും നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ ഒരു 2 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി എടുക്കുന്ന സമയത്ത് ഏത് ബ്രാൻഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അൽമറായുടെ ഒരു മിൽക്ക് പൗഡറാണ് ഉള്ളത്. അപ്പോൾ അളവൊക്കെ ഞാനിപ്പോൾ 1 കപ്പ് പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് ആ കപ്പ് തന്നെ എല്ലാ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു പാനിനകത്തോട്ടേക്ക് നമുക്ക് 1 കപ്പ് പാൽപ്പൊടി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാൽപ്പൊടിക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കണക്ക്. ഒരിക്കലും നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നല്ലതുപോലെ പൗഡറായി പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നല്ല ചൂടുള്ള വെള്ളം 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഇത്രയും ചേർത്തതിന് ശേഷം തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു തവി വെച്ചിട്ടാണ് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. നന്നായി യോജിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ്, ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് മാറും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു 2 മിനിറ്റ് ഇതുപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മളിപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ നമുക്കിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ഈ പാനിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ പിടിച്ചിട്ട് ഒരു ബ്രൗൺ കളർ വരും. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് അത്യാവശ്യം ഇതിപ്പോൾ ഒരു 1-1.5 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ക്രീം പോലെ ഇതിൻ്റെ പാനിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വരും. അപ്പോൾ ആ ഒരു ടൈം ആവുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തുള്ള പ്രധാന ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യാണ്. ഒരു 2 ടീസ്പൂൺ അടുത്ത് നെയ്യ് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് മിസ്സായി പോയതാണ്, വീഡിയോ എടുക്കുമ്പോൾ മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അളവിന് 2 ടീസ്പൂൺ നെയ്യ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ശരിക്കും നമ്മൾ ആ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറണം. അപ്പോൾ ഇതേ റെസിപ്പി ഞാൻ അൺസാൾട്ടഡ് ബട്ടർ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ക്ക് പകരം ബട്ടർ വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് ഒട്ടും തോന്നിയില്ല. കാരണം ആ പാൽപ്പൊടിയുടെ ടേസ്റ്റായിരുന്നു മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നെയ്യ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഒരു സ്മൂത്തായിട്ട്, ഈ പാൽപ്പൊടീൻ്റെ ചെറിയ ചെറിയ തരികൾ ഇതിനകത്ത് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതൊരു നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ജസ്റ്റ് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല ക്രീമി ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് പ്രധാനമായിട്ടും കിട്ടുന്നത് നമ്മൾ ലാസ്റ്റ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ വെച്ച് ചെയ്തെടുക്കാൻ നിൽക്കണ്ട, മാക്സിമം നെയ്യ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ റെഡിയാക്കിയെടുത്തത് നല്ലൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം എല്ലാ റെസിപ്പീസിനും സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് മിൽക്ക് മെയ്ഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ആ റെസിപ്പീസിലൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ കോൺഫ്ലോറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല, സോഡയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.